വെൽക്കം എല്ലാവർക്കും കാർട്ടൂണുമായി ബന്ധപ്പെട്ട ഈ സെഷനിലേക്ക് സ്വാഗതം. വർത്തമാനകാല ഇന്ത്യയിലെ ഏറ്റവും വിഖ്യാതനായ രാഷ്ട്രീയ കാർട്ടൂണിസ്റ്റ്, പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ സവിശേഷമായ ഒരു പാരമ്പര്യമെന്ന് പറയാമെങ്കിൽ ഒരുപക്ഷെ ഉണ്ണി അതിനോട് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അബു എബ്രഹാം, ഒ വി വിജയൻ, മുമ്പേ ശങ്കർ, ഇപ്പോൾ ഉണ്ണിയിൽ വന്നിരിക്കുന്ന വലിയൊരു പാരമ്പര്യം, കാർട്ടൂൺ കലയുടെ ഒരു പാരമ്പര്യം കേരളത്തിനുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് അതിൽ നിന്ന് നമ്മൾ നേടിയെടുത്ത ഒരു കാർട്ടൂൺ ആസ്വാദനത്തിൻ്റെ ഒരു പാരമ്പര്യം കൂടി കേരളത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 1960കളിലാണ് അബു എബ്രഹാം ഇംഗ്ലണ്ടിൽ ഒബ്സർവറിൻ്റെയും ഗാർഡിയൻ്റെയൊക്കെ കാർട്ടൂണിസ്റ്റായി എത്തുന്നത്. പൊളിറ്റിക്കൽ കാർട്ടൂണിൻ്റെ ഒരു ആഗോള പരിവേഷത്തിലേക്ക് മലയാളിയായ അബു എബ്രഹാം പ്രവേശിക്കുകയായിരുന്നു. അതേ സമയത്ത് 1961 കാർട്ടൂൺ ഫിക്ഷൻ അല്ലെങ്കിൽ കാർട്ടൂണിലൂടെ കഥ പറയാമെന്ന് പറയുന്ന ഒരു വലിയ സാധ്യതയെ ഇന്നിപ്പോൾ ലോകം മുഴുവൻ ഗ്രാഫിക് നോവലൊക്കെ എന്നൊക്കെ ആഘോഷിക്കപ്പെടുന്ന അതിൻ്റെ ഒരു ഇന്നത്തേതിനേക്കാൾ മെച്ചപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വകഭേദം അരവിന്ദൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കൊണ്ടുവരുന്നത്. 13 കൊല്ലം ഒരു കാർട്ടൂൺ കഥ അദ്ദേഹം പറയുകയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും പൊളിറ്റിക്കൽ കാർട്ടൂൺ എന്ന പോലെ തന്നെ കാർട്ടൂണിൻ്റെ കഥ പറച്ചൽ കൂടി ആസ്വദിക്കാൻ ഒരേ കണ്ണുകൊണ്ട് സാധിച്ച ഒരു ആസ്വാദക ലോകം കൂടിയാണ് മലയാളിയുടേത് എന്നുള്ളതാണ്. അത് കാർട്ടൂണാണെന്ന് അറിഞ്ഞുകൊണ്ട് പോലും അതിനകത്തൊരു സർഗാത്മകതയും അല്ലെങ്കിൽ മാതൃഭൂമി പോലുള്ള ആഴ്ചപ്പതിപ്പിൻ്റെ വളരെ ശക്തമായ മലയാള സാഹിത്യത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു ഭാവതലം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ അവസാന പേജിൽ ഒരു കാർട്ടൂൺ പങ്ക്തി, ഒരു കാർട്ടൂൺ ഫിക്ഷൻ സീരിയലൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരേ തലത്തിൽ സാഹിത്യത്തിൻ്റെ സർഗാത്മകത എന്ന പോലെ തന്നെ കാർട്ടൂണിൻ്റെ സർഗാത്മകതയും ഉൾക്കൊള്ളാനും ആസ്വദിക്കാനും മലയാളി തയ്യാറായി. ഒരു പത്രാധിപർ ഒരു കാർട്ടൂൺ കോളം 13 കൊല്ലം നിരന്തരം തുടർന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ സാങ്കത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപക്ഷെ അരവിന്ദൻ നിർത്തിയില്ലായിരുന്നുവെങ്കിൽ, അരവിന്ദൻ സിനിമയുടെയൊക്കെ 73 അദ്ദേഹം സിനിമാ ലോകത്തേക്ക് കടന്നു പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് വീണ്ടും അരവിന്ദന് ബോറടിച്ചിട്ടാണല്ലോ, അത് മലയാളി വായനക്കാർക്ക് ബോറടിച്ചിട്ടല്ല അത് നിന്നു പോയത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അബു ലോകത്തിലെ വലിയ പത്രങ്ങളിൽ ആനുകാലികങ്ങളിൽ കാർട്ടൂണിസ്റ്റായി വരികയും ലോകത്തെ വലിയ മനുഷ്യരുമായൊക്കെ കാണുകയും ഒക്കെ ചെയ്ത് ഗാസ സ്ട്രിപ്പിൽ പോയി വരെ വരച്ചിട്ടുള്ള ആളാണ് അബു എബ്രഹാം. അങ്ങനെയുള്ള അബു തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു. ഇതേ മാതൃഭൂമിയിൽ കുറച്ചു കാലം കാർട്ടൂൺ അദ്ദേഹത്തിൻ്റെതും കൂടി വരുന്നു. അങ്ങനെ ഒരു വലിയൊരു സംസ്കാരം, കാർട്ടൂൺ ആസ്വാദനത്തിൻ്റെ, കാർട്ടൂൺ വായനയുടെ ഒരു വലിയ സംസ്കാരം നമുക്കുണ്ടായിരുന്നു എന്ന് ഒരു ആമുഖമായി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോയത്? ഇന്ന് ലോകം മുഴുവൻ 2018 കാർട്ടൂൺ ഒരു പുസ്തകമായി പബ്ലിഷ് ചെയ്തതിന് അമേരിക്കയിൽ പുളിറ്റ്സർ സമ്മാനം ലഭിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ 61 കാർട്ടൂൺ പുസ്തകം, ഒരുപക്ഷെ അത് ആ രീതിയിലല്ല നമ്മൾ ആഘോഷിച്ചതെങ്കിലും മനസ്സിലാക്കിയതെങ്കിലും അത് സംഭവിച്ചു കഴിഞ്ഞത്. അപ്പം അങ്ങനെ ഇന്ന് ലോകം കാർട്ടൂണിനെ ഗ്രാഫിക് നോവലായും പൊളിറ്റിക്കൽ കാർട്ടൂണായും വായിക്കുമ്പോൾ മലയാളി അതിനെ എങ്ങനെയാണ് വായിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ണിയുടെ ഈ സെഷനിലൂടെ നമ്മൾ തുടങ്ങി വയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നു ബാക്കി ഉണ്ണി പറഞ്ഞിട്ട് ഇടയിൽ എപ്പോഴെങ്കിലും പറയാമെന്നേ ഉള്ളൂ. അടിസ്ഥാനപരമായി ഇതൊരു കാർട്ടൂൺ വിഷ്വൽ സെഷനാണെന്ന് ആദ്യം മനസ്സിലാക്കുക. കേൾക്കാമോ? മുഖവുര സുധീർ പറഞ്ഞ സ്ഥിതിക്ക് 2018 നടന്ന പുലിറ്റ്സർ സമ്മാനം വന്നപ്പോഴാണ് നമ്മൾ പലരും നമ്മുടെ മനസ്സിലൊക്കെ തോന്നിയിരുന്ന ഒരു കാർട്ടൂണിൻ്റെ ഒരു ഐക്യരൂപം, വിദഗ്ധ സമിതി കാർട്ടൂണുകളെ വളരെ കാലമായിട്ട് അവാർഡ് നിർണയത്തിന് പരിഗണിച്ചുകൊണ്ടിരുന്ന ഒരു ലോകത്തെ ഏറ്റവും സിനിമയ്ക്ക് ഓസ്കർ എന്നൊക്കെ പറഞ്ഞതുപോലെ ലോകത്ത് കാർട്ടൂണിനെ അങ്ങനെ സൂക്ഷ്മമായിട്ട് കണ്ട ഒരു ലെഗസി, ഒരു പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് പുലിറ്റ്സർ സമ്മാനം അമേരിക്കയിലെ.
എഡിറ്റോറിയൽ കാർട്ടൂണിങ്ങിന് മാത്രമാണ് സമ്മാനം കൊടുക്കുന്നത് കാർട്ടൂണിൽ. അവർ ഇപ്പം ഞാനിവിടെ കാണിച്ച ഇങ്ങനെ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു 20 പാർട്ടായിട്ട് സാധാരണ കാർട്ടൂൺ പ്രസിദ്ധീകരിക്കാത്ത ന്യൂയോർക്ക് ടൈംസിൽ ഒരു റിപ്പോർട്ടർ എഴുതുകയും ഒരു കാർട്ടൂണിസ്റ്റ് വരയ്ക്കുകയും ചെയ്ത ഒരു നോൺ ഫിക്ഷൻ റിപ്പോർട്ടാഷ് കഥയുടെ രൂപത്തിൽ വന്ന, ഇപ്പം നമ്മളൊക്കെ ഇത് കണ്ടാൽ ഏതാ നമുക്ക് മലയാളത്തിലെ പഴയ ആനുകാലികങ്ങളുടെ അവസാന പേജിൽ വരുന്ന ആ ഫുൾ പേജ് കാർട്ടൂണിൻ്റെ ഏതാണ്ട് ഒരു രൂപം തോന്നും. അങ്ങനത്തെ ഇങ്ങനെ കഥ സീക്വൻഷ്യൽ കാർട്ടൂൺ വഴി കഥ പറയുന്ന ഈ കൃതിക്കാണ് സമ്മാനം കൊടുത്തത്. അപ്പോഴാണ് ലോകത്തെല്ലാവരും ഒന്ന് ഉണർന്നത്. കാരണം വ്യവസ്ഥാപിതമായ ഒറ്റൊറ്റ കാർട്ടൂണുകളല്ല, മാത്രമല്ല ഇനി പൊളിറ്റിക്കൽ കാർട്ടൂൺ എന്നുള്ളൊരു ധാരണ ഇപ്പോൾ ഏതാണ്ട് എല്ലായിടത്തും പ്രബലപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഇതിനിടയ്ക്ക് ഉണ്ടായത്, നമുക്ക് ഒന്നാം കിട കാർട്ടൂണിസ്റ്റുകളുണ്ട്. 40 കൊല്ലമായിട്ട് ഇങ്ങനെ അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് ന്യൂസ് കാർട്ടൂൺസ്. യൂറോപ്പിൽ പോലും ഇല്ല. ഇങ്ങനെ ഏത് പത്രത്തിലും ഒന്നോ അതിലേറെയോ കാർട്ടൂണുകൾ ഒന്നാം പേജിൽ അച്ചടിക്കുന്ന പത്രങ്ങൾ, മനോരമയും മാതൃഭൂമിയും ദേശാഭിമാനി വരെ ഉള്ള പത്രങ്ങൾ ഈ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ശക്തമായ ഒരു വാർത്താ കാർട്ടൂൺ പാരമ്പര്യം ഇവിടെ വളർന്നു വന്നു. അബുവിൻ്റെയൊക്കെ പാരമ്പര്യമാണത്. അബുവിൻ്റെ, വിജയൻ്റെ, ശങ്കറിൻ്റെ, ഇവിടെ ഉണ്ടായിട്ടുള്ള വലിയ കാർട്ടൂണിസ്റ്റുകളുടെയൊക്കെ പാരമ്പര്യം. തോമസ്, ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അതിന് സമാന്തരമായിട്ട് ഒരു കാലത്ത് 70കളിലുണ്ടായിരുന്ന സാമൂഹിക കാർട്ടൂണുകളുടെ ഒരു പാരമ്പര്യം ക്ഷയിച്ചു പോകുമെന്നാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ആരും ബോബനും മോളിയും പോലൊരു സാധനം മനോരമയുടെ അവസാന പേജിലുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലുള്ളൊരു അത് ഇതേ ഫോമാണ്, രൂപം ഒന്ന് തന്നെയാണ്. സീക്വൻസസിൽ കൂടി കൃത്യമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഓരോ എപ്പിസോഡ്സ് ഉണ്ടാക്കുക. അരവിന്ദൻ അവിടെ നിന്ന് മുന്നോട്ട് പോയി എപ്പിസോഡിനെ ഒരു കഥയും നോവലുമായിട്ട് വളർത്തി. കാലത്തിൻ്റെ റോളൊക്കെ അതിൻ്റെ തോന്നുന്നത് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, 40 വർഷത്ത് നമ്മൾ ഏതാണ്ട് ഒരു പന പോലെ വളർന്നു. ശാഖോപശാഖകളൊക്കെ പോയി മലയാള കാർട്ടൂണിന്. അപ്പം നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പാപികളാണ് പന പോലെ വളരുന്നതെന്ന് പറയും. ഞങ്ങൾ അത്യാവശ്യം പാപമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കാർട്ടൂണിസ്റ്റുകൾ. അപ്പോൾ അങ്ങനെ വളർന്നതാണ്. പക്ഷേ ശാഖോപശാഖകളായിട്ട് വളരുന്നൊരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു 70കളുടെ. അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് നമ്മുടെ തന്നെ ചെറുപ്പക്കാർ വായിക്കുന്നത് കോമിക്സും കാർട്ടൂൺസും ഒക്കെ ഒരേ മനസ്സോടെയാണ്. സീംലെസ് ആയിട്ടാണ് അവർ കോമിക്സിൽ നിന്ന് കാർട്ടൂണിലേക്ക്, ഒരു മ്യൂസിക്കൽ വീഡിയോയിൽ കാർട്ടൂണിഷ് ആയിട്ടുള്ള വീഡിയോയിലേക്കൊക്കെ പോകുന്നത്. അവർക്ക് ശബ്ദം, ബിംബം, വാക്ക് ഇതൊന്നും തമ്മിൽ ഒരു അതിരുകളുമില്ല. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് അതിനോടടുത്ത് വന്നൊരു സംവേദനം നമുക്ക് 70കളിലുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഞങ്ങളൊക്കെ അത് വായിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷനാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. തുടരട്ടെ. അത് ആക്ച്വലി കാർട്ടൂൺ ഒരു വാർത്താ പ്രധാനമാണെന്ന നിലയിൽ കാർട്ടൂൺ സാഹിത്യം എന്ന നിലയിലേക്ക് നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? സാഹിത്യത്തെ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു സാഹിത്യ വിരുദ്ധനൊന്നും അല്ല. താങ്കൾ പറഞ്ഞ പോലെ മാതൃഭൂമിയിൽ സാഹിത്യത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് കാർട്ടൂൺ അരവിന്ദൻ ഇങ്ങനെ ആക്കിയത്. വായനക്കാർ ഒന്നായിരുന്നു നമുക്ക് അല്ല, വായനക്കാരൊന്നാണ്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം തന്നെ ഉള്ളൊരു ഹൈപ്പർ ലിറ്ററൈസേഷൻ ഉണ്ട്. സിനിമയിലൊക്കെ സാഹിത്യം ഒരു പരിധിയിലേറെ വന്നാൽ ഇപ്പം അതൊന്ന് സിനിമ ബ്രോക്കൺ ഔട്ട് ഓഫ് ഇറ്റ് കേരളത്തിൽ. അതിൻ്റെ ഗുണമുണ്ട്. അപ്പോൾ കാർട്ടൂണൊക്കെ സാഹിത്യം ഒന്നും വർജ്യമല്ല കാർട്ടൂണിന്. അതൊരു ഫ്രറ്റേണലായിട്ടുള്ളൊരു മീഡിയമാണ്. സഖാവ് എന്നുള്ള വാക്ക് ഏറ്റവും യോജിക്കുക കാർട്ടൂണിസ്റ്റിനാണ്. കാരണം ഇറ്റ് ഫ്രറ്റനൈസസ്, ഇണങ്ങും. അധികാരത്തോട് മാത്രമേ പിണക്കമുള്ളൂ, ബാക്കി എന്തിനോടും ഇണങ്ങും. സാഹിത്യം നമ്മൾ പറയുന്നില്ല. സാഹിത്യമായ കുഴപ്പമുണ്ടായിട്ടില്ല. ഒരർത്ഥത്തിൽ സാഹിത്യമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വില്ലേസ്നർ പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് വീരം, ഹാസ്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടാതെ മറ്റ് വികാരങ്ങൾ നമ്മുടെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസിലോ ചരിത്രപരമായ എക്സ്പീരിയൻസിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗാസയോ വിയറ്റ്നാമോ ഒക്കെ വരയ്ക്കുമ്പോൾ അതിനെ എത്ര ഹാസ്യമാക്കാൻ പറ്റും? ചിലപ്പോൾ പറ്റുകയില്ല. അപ്പോൾ അതിനോടൊരു പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റ് പോലും റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഹാസ്യവും വീരവും ശകാരവും ആക്ഷേപവും കൂടാതെ മറ്റ് മനുഷ്യവികാരങ്ങളൊക്കെ ഒരു കലാകാരനെ പോലെയോ സാഹിത്യകാരനെ പോലെയോ എക്സ്പ്രസ് ചെയ്യാൻ തോന്നിയാൽ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്കോപ്പ് വേണമെന്നാണ് എയ്സ്നർ പറഞ്ഞത്. അതിനുവേണ്ടിയാണ് എയ്സ്നർ ഗ്രാഫിക് നോവൽ ഉണ്ടാക്കിയത്.
ആ അർത്ഥത്തിൽ വാക്ക് നോവൽ തന്നെയാണ്. അരവിന്ദൻ അതാണ് രാമുവിലൂടെയും ഗുരുജിയിലൂടെ ഒക്കെ നമുക്ക് കാണിച്ചു തന്നുള്ള രീതിയിലാണ് ഞാൻ അത് ഡെലിബറേറ്റ് അല്ല അരവിന്ദൻ വരച്ച് തീരുന്നവരെ ഗ്രാഫിക് നോവൽ എന്നുള്ളൊരു വാക്ക് വാക്കില്ല. 78-ലാണ് ആ വാക്ക് വരുന്നത്. പോയി ഞാൻ മുന്നോട്ട് പോവാണേ. ഇതാണ് ഞാൻ അബുവിലേക്ക് കിടക്കുമ്പോൾ ഈ 3 അബുവിൻ്റെ ബർത്ത് സെൻറ്റിനറി ഇയറാണ്. അപ്പോൾ അബുവിനെക്കുറിച്ച് ധാരാളം ചർച്ചകളും ഒക്കെ യൂട്യൂബിൽ കാണാം. ഒരു വലിയൊരു പ്രദർശനം ട്രാവൽ ചെയ്യുന്നുണ്ട്. ദർബാർ ഹാളിൽ തുടങ്ങിയിട്ട് അതിപ്പോൾ ഡൽഹിയിൽ പോകുന്നുണ്ട്. ബാംഗ്ലൂരും കൽക്കട്ടയൊക്കെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. 330ഓളം ഒറിജിനൽ കാർട്ടൂൺസാണ് അതിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അബുവിനെ പറ്റി സംസാരിക്കുമ്പോഴും അബു ഉണ്ടായിരുന്ന കാലത്ത് അബു ഒരു ഒറ്റയ്ക്കായിരുന്നില്ല. അബുവിൻ്റെ സമശീർഷരായിട്ടുള്ള 2 വലിയ കാർട്ടൂണിസ്റ്റുകളെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. OV വിജയനും രജീന്ദർ പുരിയും. ഇവർ കൈകാര്യം ചെയ്തത് ഒരേപോലത്തെ രാഷ്ട്രീയം തന്നെയാണ്. അതിതീക്ഷ്ണമായ കോൺഗ്രസ് ഭരണകാലമാണ്. ഏക പാർട്ടിയായിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഒരു ഇറ, ഒരു ശക്തയായ ഒരു പ്രൈം മിനിസ്റ്റർ, അതെല്ലാവർക്കും കാണാം. പക്ഷേ അബുവിനൊരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ 3 പേരുടെ കാർട്ടൂണുകൾ കാണിക്കാം. ഇന്ദിരാഗാന്ധി, അബുവിൻ്റെ ഒരു മൂലയ്ക്ക് കരുണാനിധിയെ കാണാം. പഴയ കരുണാനിധി കാണുന്നില്ലേ? ഇത് രജീന്ദർ പുരി വരച്ച അതേ ആശയമാണ് അതിലുള്ളത്. ഇത് OV വിജയൻ. ഇതിൽ ചുരുക്കി പറഞ്ഞാൽ രജീന്ദർ പുരിയും OV വിജയനും ഷാർപ്പായിട്ട് ഇന്ദിരാഗാന്ധിയെ ടാർഗറ്റ് ചെയ്യുന്നു. അബു ഇന്ദിരാഗാന്ധി സർവശക്തിയാണെന്ന് പറയുമ്പോഴും അതിൻ്റെ വെല്ലുവിളിയായിട്ടൊരു സാധനം, ഒരു ഫെഡറൽ, ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധി ഒരു മൂലയ്ക്കിടുന്നു. സാംസ്കാരികവും ഫെഡറലുമായിട്ടുള്ള 2 തരത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ വെല്ലുവിളിച്ച കരുണാനിധി. അപ്പം അങ്ങനെ അബുവിന് സുധീർ പറഞ്ഞ പോലെ ക്യാമറ പാൻ ചെയ്യുന്നൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഒരു കാർട്ടൂണിസ്റ്റ്, ഒറ്റ കാർട്ടൂൺ വരയ്ക്കുന്ന ഒരു കാർട്ടൂണിസ്റ്റ് പോലും കുറച്ചുകൂടി വിശാലമായിട്ട് കാഴ്ചകൾ കണ്ടു തുടങ്ങിയാൽ സംവേർ സ്റ്റോറി ടെല്ലിങ് ഹാപ്പൻസ് എന്ന് എനിക്ക് തോന്നുന്നു. ആ കാലത്തെ കുറേ കാർട്ടൂണുകൾ ഞാൻ കാണിക്കും. ഇതിൻ്റെ സ്വഭാവം ഒരുപാട് കഥാപാത്രങ്ങൾ കയറി വരുന്നതും ഇതിലെല്ലാം കാണാം. കുറേ സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഇന്ത്യയിൽ ഒട്ടൊക്കെ എഡീഷൻസുള്ള അന്നത്തെ കാലത്ത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വായനക്കാരിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് അബു വരച്ചത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. എല്ലാ സംസ്ഥാന നേതാക്കന്മാരെയും അദ്ദേഹം ഏതാണ്ട് സ്ഥിരമായിട്ട് ഫോളോ ചെയ്തു. അപ്പോൾ ഡൽഹി മാത്രമല്ല ഇന്ത്യ എന്നും പറഞ്ഞു. അപ്പം അതുകൊണ്ട് മീഡിയത്തിനുണ്ടായ ഗുണം, മീഡിയം വലിയ കഥകൾ പറയാൻ കേൾപ്പുള്ളൊരു മീഡിയമായിട്ട് മെല്ലെ മാറി വായനക്കാരൻ്റെ മനസ്സിലെങ്കിലും. അച്യുതമേനോൻ ഒരു മലയാളി കാർട്ടൂണിസ്റ്റ് ഇതുപോലെ വരച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളിച്ച കേരളത്തിലെ കാർട്ടൂണിസ്റ്റ്. അബു മലയാളിയാണ്. ദേവരാജ അറസ്, DK ബറുവ, അദ്ദേഹം ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഒരൊറ്റ വാചകം പറഞ്ഞിട്ടാണ് ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ഇന്ത്യ. അടിയന്തരാവസ്ഥ കാലത്ത് പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫക്രുദ്ദീൻ അലി അഹമ്മദ് കാർട്ടൂൺ. ഇതും ഇങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല. ഇത് ഈ കാർട്ടൂൺ അച്ചടിച്ച് വരുന്നത് ഏറ്റവും മോശപ്പെട്ട അടിയന്തരാവസ്ഥയുടെ കാലത്താണ്. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 25 ജൂൺ അർദ്ധരാത്രിയാണ്. ഡിസംബർ 10 മറ്റോ കാർട്ടൂൺ വരുന്നത്. അതെ, അതായത് ഏതാണ്ട് 6 മാസം പോലും ആയിട്ടില്ല. നല്ല കടുത്ത സെൻസർഷിപ്പ് ഉണ്ടായിരുന്ന കാലത്താണ്. ഇതെങ്ങനെ വന്നു എന്ന് ആർക്കും അറിയില്ല. പക്ഷേ എക്സ്പ്രസിൻ്റെ എല്ലാ എഡീഷനിലും ഈ കാർട്ടൂൺ 1-ാം പേജിൽ വന്നു. ഇങ്ങനെയൊക്കെ അബു ആക്രമിച്ച ഇന്ദിരാഗാന്ധി തന്നെയാണ് അബുവിനെ രാജ്യസഭ അംഗമാക്കിയതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിന് മുമ്പാണ് പറഞ്ഞു വിട്ടില്ല. ഇത് സെൻസർ ചെയ്ത കാർട്ടൂൺസാണ് പിന്നീട് പ്രസിദ്ധീകരിച്ചത് അബുവിൻ്റെ. ഈ കാർട്ടൂണൊക്കെ എന്തിനു വേണ്ടി സെൻസർ ചെയ്തെന്ന് ചോദിച്ചവർ അതാ പറയുന്നത്. ഇപ്പം ഇങ്ങനൊരു കാർട്ടൂൺ അനുവദിക്കുകയും ഇങ്ങനൊരു കാർട്ടൂൺ സെൻസർ ചെയ്യുകയും ചെയ്ത് എന്തുകൊണ്ടാണ് നമുക്കൊരു പിടിയും കിട്ടില്ല.
ആ സെൻസർ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ അഹങ്കാരം ശരിക്കും കാണാം. ആർട്ട് വർക്കിൻ്റെ അകത്ത് കയറിയ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നു. പുറത്തൊക്കെ സ്റ്റാമ്പ് ചെയ്താൽ മതി, പക്ഷേ വരയുടെ ആശയത്തോട് മാത്രമല്ല, വരയോട് പോലും ഉള്ള വെറുപ്പ് ആർട്ട് വർക്കിൻ്റെ നേരെ അകത്ത് കയറി സെൻസർ ചെയ്തിട്ടുണ്ട്, സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് അബു തിരിച്ച് റിട്ടയർമെൻറ്റിനൊക്കെ ശേഷം തിരിച്ചു വന്ന് ഇത്തരം ഒരു കാർട്ടൂണിസ്റ്റ് തീർച്ചയായിട്ടും ചെയ്യും. രാം ജന്മഭൂമി ബാബരി മസ്ജിദിൻ്റെ ഡിമോളിഷന് ശേഷം ജാനുവരിയിൽ വരച്ച കാർട്ടൂണാണ്. ഈ കാർട്ടൂൺ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ അബു വരച്ചയച്ചതാണ്. പിന്നെ എല്ലാ കാലത്തും ഈ വിശാല വീക്ഷണം എന്ന് പറയുന്നത് പോലെ എല്ലാ കാലത്തും ഇന്ത്യയിലോ കേരളത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കാതെ എപ്പോഴും ലോകകാര്യങ്ങളോ ഏഷ്യൻ കാര്യങ്ങളോ പുറത്തുള്ള കാര്യങ്ങളോ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു സരസമായിട്ട്. കലിയുഗവും റിച്ചർഡ് നിക്സണും കൂടി ബന്ധപ്പെടുത്തുന്ന ഒരു കാർട്ടൂൺ നമുക്ക് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള വിയറ്റ്നാം കാല കാർട്ടൂണാണ്. ഇതൊക്കെ ഇന്ന് നമ്മൾ കുട്ടികൾ വായിക്കുന്ന ഗ്രാഫിക് നോവലിൻ്റെ ഫ്രെയിമുകളെ നമുക്ക് അനുസ്മരിപ്പിക്കും, ഈ ഒറ്റ കാർട്ടൂണുകൾ പോലും. അതുകൊണ്ട് കാർട്ടൂണിൽ എവിടെയോ ഒരു കഥ, കാർട്ടൂൺ എപ്പോഴോ കഥ പറഞ്ഞു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു 21ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ. ആ കഥയാണ് നമ്മൾ പല രീതിയിൽ കേൾക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഞാനിനി അരവിന്ദനിലേക്ക് കടക്കാം. അരവിന്ദനിലേക്ക് വരുമ്പോൾ ഈ അബുവിനെ എന്നും ആഴ്ചയിൽ 6 ദിവസം പോക്കറ്റ് കാർട്ടൂണായിട്ടും മിക്കപ്പോഴും ഡിസ്പ്ലേ കാർട്ടൂൺസായിട്ടും വായിക്കുകയും വിജയനെ വായിക്കുകയും പുരിസാറിനെയും കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളൊക്കെ തന്നെയാണ്, നമ്മളൊക്കെ തന്നെ അതേ ആൾക്കാരാണ് ആഴ്ചയിലൊരിക്കൽ അരവിന്ദനെയും വായിച്ച് രസിച്ചിരുന്നത്. അതാണ് ഒരേ കണ്ണുകൊണ്ടെന്ന് സുധീർ പറഞ്ഞ പോലെ ഒരേ കണ്ണുകൊണ്ടാണ് ഈ കാർട്ടൂണുകളൊക്കെ നമ്മൾ കണ്ടത്. നമുക്കൊരു ഭേദബുദ്ധി അന്നില്ലായിരുന്നു. ഇന്ന് ഇടക്കാലത്തൊക്കെ കോമിക്സ് വായിക്കുന്ന ആൾ കാർട്ടൂൺ വായിക്കുന്നില്ല, അത് കോമിക്കാണോ കാർട്ടൂണാണോ, കാർട്ടൂൺ ആർട്ടെന്ന് പറയാവോ, കോമിക് ആർട്ടെന്ന് പറയുന്നത് മോശമല്ലേ എന്നൊക്കെയുള്ള ലെവലിലായി നമ്മുടെ ഡിബേറ്റ്. ഇപ്പോൾ പിള്ളേരൊക്കെ മാറി, പിള്ളേർക്ക് ഒന്നും പ്രശ്നമല്ല. ഈ അരവിന്ദൻ ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴും കാർട്ടൂണിസ്റ്റ് എന്ന നിലയിൽ എപ്പോഴെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. അന്ന് കാർട്ടൂണിസ്റ്റെന്നല്ലേ വിളിക്കുള്ളൂ, അന്ന് കോമിക് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കില്ലല്ലോ. ഈ ചെറിയ മനുഷ്യനും വലിയ ലോകത്തിലൂടെ അങ്ങനെ തന്നെയാണ്. അരവിന്ദനെ കാർട്ടൂണിസ്റ്റ് അരവിന്ദനെ അറിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം സിനിമ എടുക്കുമെന്നൊക്കെ വളരെ കഴിഞ്ഞല്ലേ എടുക്കുന്ന 73-ലൊക്കെ. ഇതായിരുന്നു അരവിന്ദൻ്റെ കഥ പറച്ചിലിൻ്റെ ഒരു സ്വഭാവം. 6 പാനലുകൾ എന്നാണ് നമ്മൾ ഈ ഫ്രെയിമിന് പറയുന്നത്. ഈ ഫ്രെയിമുകൾക്ക് പാനൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അത് ഐഡൻറ്റിക്കൽ സൈസല്ല, വരയ്ക്കുന്നവർക്കറിയാം. ചിലത് ചെറുതും ഈ വായന ഇടത്തുനിന്ന് വലത്തോട്ടാക്കാൻ വേണ്ടിയിട്ട് ആ ബയസിന് വേണ്ടിയിട്ട് ഒരിക്കലും സിമെട്രിക് അല്ല ഫ്രെയിംസ്, ചെറിയ വ്യത്യാസങ്ങൾ കാണും. 6 എണ്ണേ ഉള്ളൂ. എല്ലാം ഇപ്പോഴും ഈ 6 ഫ്രെയിംസാണുള്ളത്. എവിടെ പോയി ഓടിപ്പോകുന്നില്ല. ഇതാണ്. ഇതിലിങ്ങനെ 7 ദിവസം കുറേ ദിവസം വായിക്കുമ്പോൾ നമുക്കൊരു സീരിയലാണെന്ന് മനസ്സിലാവും. കാരണം ഒരേ കഥാപാത്രങ്ങളാണ് മിക്കവാറും വന്നു പോകുന്നത്. 13 കൊല്ലത്തിനിടയ്ക്ക് ഒരു വലിയ കഥയായിട്ട് വളർന്നു. 633 പേജ് ആകുമ്പോഴത്തേക്ക് അതൊരു നോവലിൻ്റെ സ്വഭാവത്തോടു കൂടി അത് അവസാനിച്ചു. അത് കൃത്യമായിട്ടൊരു ആദിമധ്യാന്ത പൊരുത്തമുള്ള നോവലല്ല, പക്ഷെ നമ്മുടെ മനസ്സിൽ, വായിച്ച ആൾക്കാരുടെ മനസ്സിൽ വാട്ട് ഇറ്റ് ലെഫ്റ്റ് ബിഹൈൻഡ് വാസ് ദ മെമ്മറി ഓഫ് എ നോവൽ. ഒരു നോവലിൻ്റെ സ്വഭാവമുള്ള ഓർമ്മകളാണ് ഉണ്ടാക്കിയത്. സദാനന്ദ് പറയുന്നത് ഇത് പിന്നൊരു കാര്യം, കഴിഞ്ഞ ഒരു ലക്കത്തിൽ നിർത്തിയ സ്ഥാനത്തു നിന്നുള്ളൊരു സീരിയലല്ല അടുത്ത ലക്കത്തിലേക്ക് വരുന്നത്. ഒരു ലക്കം അവസാനിക്കുന്ന ഇടത്തുനിന്ന് തുടർച്ചയല്ല, തുടർക്കഥയല്ല. ഓരോ ലക്കവും എവിടെ നിന്നൊക്കെയോ അവസാനിക്കുന്നു, എവിടെയോ തീരുന്നു. അങ്ങനെയാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അതെ അതെ, തുടർക്കഥയല്ല, ഉദ്വേഗജനകമായ തുടർക്കഥയൊന്നുമല്ല. പിന്നെ ഏറ്റവും സവിശേഷമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ട ക്യാരക്ടേഴ്സ് ഏജിങ് വിത്ത് ടൈം. കാർട്ടൂൺ കഥാപാത്രങ്ങൾക്ക് ജൈവമായിട്ട് വയസ്സായി വരുന്നത്, അത്
അമേരിക്കയിലും യൂറോപ്പിലും പോലും അത്യപൂർവമായിട്ടുണ്ട്. അത്ര സർവ്വസാധാരണമല്ല അതിവിടെ അരവിന്ദൻ ഇൻറ്റ്യൂറ്റീവായിട്ട് ചെയ്തു. അതായത് രാമുവിൻ്റെ പ്രായം ഇങ്ങനെ ഗ്രോ ചെയ്ത് വായനക്കാരൻ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അതെ, മാറുന്നത് വളരെ. അതുപോലെ അവരുടെ ആശയലോകം അങ്ങനെ വിപുലമാവുന്നത് നമുക്കത് വായിച്ചു പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, പുതിയ കാലത്തെയും. ഈ ഗാസലിൻ അലി എന്നൊക്കെ പറഞ്ഞ സാധനത്തിൽ കോമിക് ക്യാരക്ടേഴ്സ് കുറേ കാലത്തേക്ക് വളരാതിരുന്നു. പിന്നെ അതിൻ്റെ അകത്തൊരു എപ്പിസോഡിൽ വാതിൽ തുറന്നപ്പോൾ മുറ്റത്തൊരു കുഞ്ഞിനെ ആരോ കൊണ്ടിട്ട് ആ കുഞ്ഞിനെയും കൂടി കഥാപാത്രമാക്കേണ്ടി വന്നപ്പോൾ കുഞ്ഞിനെ വളർത്തേണ്ടി വന്നു. അങ്ങനെ അത് കുറേ കാലം ഇതുപോലെ ഓർഗാനിക്കായിട്ട് വളർന്നു. പിന്നെയും അത് പഴയ ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രൂഡോൻ്റെ ഡൂൺസ്ബറി ക്യാരക്ടേഴ്സ് കാലം വളർന്നു വന്ന. ഏറ്റവും അത്ഭുതകരം കുറേ അരവിന്ദനെ കൊണ്ട് മാത്രമേ ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ക്യാരക്ടേഴ്സ് കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വരും, മാസങ്ങൾ കഴിഞ്ഞ്. പക്ഷേ നമ്മൾ വായനക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതിൽ ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് ഞാൻ കാണിക്കും. ഇതാണ്, ഇയാളൊരു സർക്കാർ പ്യൂണാണ്. എല്ലാവരും ഒരു തിരുവനന്തപുരം ഭാഷ, തിരുവനന്തപുരം ഉപഭാഷയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു സർക്കാർ പ്യൂണാണ്. അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോയിട്ട് കുറേ കാലം കഴിഞ്ഞ് അയാളൊരു ഒരു ഒരു ഗോഡ് മാൻ ആയിട്ട് തിരിച്ചു വരുന്നതാണ്. 18 മാസം കഴിഞ്ഞാണ് ഈ കഥാപാത്രത്തെ യാതൊരു മുഖവുരിയില്ലാതെ രൂപം വരെ മാറിയിട്ടുണ്ട്. കാരണം ഗോഡ്മാനായിട്ട് വരുമ്പോൾ പഴയ കീറി പറഞ്ഞ മറ്റേ പ്യൂണിൻ്റെ വസ്ത്രം ഒന്നുമല്ല. എന്നുവെച്ചാൽ വായനക്കാരുടെ ശ്രദ്ധയിൽ, മാനസികമായിട്ടുള്ള ശ്രദ്ധയിലും ഒക്കെ അസാമാന്യ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു വരയ്ക്കുന്ന ആൾക്ക്. ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. 18 മാസം കഴിഞ്ഞൊരു കഥാപാത്രത്തെ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നാൽ എത്ര പേര് ഓർക്കും, ഒരു ഇൻട്രഡക്ഷനും ഇല്ലാതെ. പിന്നെ ഇപ്പോൾ സുധീർ പറഞ്ഞിടത്തേക്ക് എത്തുന്നുണ്ട്. ഈ കൃതി വായിക്കപ്പെട്ടത് തീർച്ചയായിട്ടും ഒരു നോവൽ പോലെ തന്നെയാണ് അത് വിമർശിക്കപ്പെട്ടത്. ഇപ്പോൾ ഉള്ളൊരു ആധുനിക നോവലിൻ്റെ പല സ്വഭാവവും അതിലേക്ക് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. തുടർച്ചയില്ലാതെ അധ്യായങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുന്നത് അരവിന്ദൻ അന്നേ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അന്ന് എന്തെങ്കിലും സമാനമായ എന്തെങ്കിലും കാർട്ടൂൺ ഫിക്ഷനിൽ അന്നുണ്ടോ ലോകത്ത് എവിടെയെങ്കിലും അരവിന്ദന് കാണാനിടയുണ്ടായിരുന്നു? ഇല്ല, അരവിന്ദനൊന്നും കണ്ടിട്ടില്ല. അന്ന് അരവിന്ദൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ്, എൻ്റെയൊക്കെ ഞങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂണിസ്റ്റ് ജൂലിയസ് ഫൈഫർ എന്ന് പറഞ്ഞിട്ട് കാർട്ടൂണിസ്റ്റ് ഉണ്ട്. ജൂലിയസ് ഫൈഫർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്, അധികം ഉണ്ട്, പ്രായമായി വരയ്ക്കാറില്ല. ഈ ബ്ലാക്ക് തിയേറ്ററൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. വില്ലേജ് വോയ്സ് എന്ന് പറഞ്ഞ് അമേരിക്കയിൽ ഇറങ്ങിയിരുന്ന ഒരു ഓൾട്ടർനേറ്റ് മീഡിയയുടെ വരച്ചൊരു സീക്വൻഷ്യൽ കാർട്ടൂൺസാണ്. ഇങ്ങനെ വള്ളിക്കെട്ടൊന്നും ഇല്ലാതെ സീക്വൻഷ്യൽ കാർട്ടൂൺസ് വരയ്ക്കും. കഥാപാത്രങ്ങൾ ഡാൻസ് ചെയ്ത് പോകുന്നവർ തോന്നും. അതിമനോഹരമായ ഡ്രോയിങ്ങും വെരി പവർഫുൾ. ഹി വാസ് ഓൾസോ ദ ഫസ്റ്റ് കാർട്ടൂണിസ്റ്റ് ടു ട്രീറ്റഡ് ദ പൊളിറ്റിക്കൽ എസ് പേഴ്സണൽ, അങ്ങനെ പറയില്ലേ. അതൊക്കെ ഈ വിയറ്റ്നാം കാലത്തൊക്കെ അതൊക്കെ കാർട്ടൂണിൽ കൊണ്ടുവന്ന് അരവിന്ദൻ ഫേവറഡ് അഡ്മയറായിരുന്നു. ഞങ്ങൾ തമ്മിൽ ആദ്യം സംസാരിച്ചത് ഫൈഫറെ പറ്റിയാണ്. പക്ഷേ അന്ന് അതും ഈ സീക്വൻസ് അന്ന് കോമിക് ബുക്സ് ഉണ്ട്. കോമിക് ബുക്സിൽ വേണമെങ്കിൽ കാലം വെച്ച് നോക്കുകയാണെങ്കിൽ വിൽ ഐസ്നർ സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം ചെയ്തിരുന്നു. പക്ഷെ അരവിന്ദൻ അത് കണ്ടിട്ടുണ്ടാവില്ല. കണ്ടപ്പോലും ഈ 1961 മുതൽ ഇങ്ങനൊരു സാധനം ഒരു മുൻനിശ്ചയപ്രകാരം ചെയ്യാനേ പറ്റില്ല. യു കാണ്ട് ഈവൻ പ്ലോട്ട് ഇറ്റ്. ഈ 13 കൊല്ലത്തിനിടയിൽ അരവിന്ദൻ്റെ വരയിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറ്റും? വരയിൽ മാറ്റങ്ങൾ അധികം ഉണ്ടായിട്ടില്ല. ഈ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. വരച്ചതെല്ലാം ഇപ്പോഴും ഒരേ ടൂൾ ഉപയോഗിച്ചാണ് വരച്ചത്. ക്രോക്വില്ലാണ് ഉപയോഗിച്ചത്. അപ്പം അങ്ങനെ ഒരു ക്രോക്വിൽ പോലെ ഒരു ടൂൾ ഉപയോഗിക്കുമ്പം വരയിൽ കൺസിസ്റ്റൻസി കിട്ടും. പിന്നെ വളരെ റിജു ആയിട്ടുള്ള വരയും വളരെ സിമ്പിളായിട്ടുള്ള ഫോംസാണ്. പിന്നെ ഈ കോമ്പോസിഷനിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് അടൂർ ഗോപാലകൃഷ്ണനൊക്കെ പറയാറുണ്ട്. സിനിമയായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അരവിന്ദൻ ടോട്ടൽ കട്ടവേ ഒക്കെ ചെയ്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നത് വരയ്ക്കുമ്പോൾ ആൾക്കാരുടെ മുഖം വരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ട്രെയിനിൻ്റെ ഒരു ടോപ്പ് ഡൗൺ ഷോട്ടൊക്കെ ഒറ്റ ഫ്രെയിമിൽ. സിനിമയിലൊക്കെ നമ്മൾ സിനിമ സമയസങ്കല്പങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. വരയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഈ കഥാപാത്രങ്ങൾ ചുരുങ്ങി, പശ്ചാത്തല വർണ്ണന കുറഞ്ഞ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇപ്പോൾ കഥാപാത്രങ്ങളൊക്കെ ചുരുങ്ങുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൽ പണ്ടത്തെ പോലെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഈ മിക്കവാറും എയർ കണ്ടീഷൻ്റെ നൈറ്റ് മെയർ എന്ന് വിളിച്ച ഓഫീസ് മുറികളിലും ക്ലബ്ബുകളിലും ഹോട്ടൽ മുറികളിലേക്കൊക്കെ കാർട്ടൂൺ
പൊതുമണ്ഡലത്തുനിന്ന് ചുരുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ സർപ്രൈസായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെയാണ്. ഒരു 51 കൊല്ലം മുമ്പ് സൈൻ ഓഫ് ചെയ്ത സ്ട്രിപ്പാണ് അരവിന്ദൻ്റെ ഈ കാർട്ടൂൺ. അതായത് 73. അത് ഇന്നും നമ്മൾ വായിക്കുമ്പോൾ, ഇന്ന് നമ്മൾ വായിക്കുന്ന ഏറ്റവും പുതിയ, ഇപ്പം നേരത്തെ കാണിച്ച 2018 സിറിയൻ റെഫ്യൂജീസിനെ കുറിച്ച് ന്യൂയോർക്ക് ടൈംസിൽ വന്ന ആ സീക്വൻഷ്യൽ കാർട്ടൂൺ, സിറിയൻ റെഫ്യൂജീസ് ട്രംപിൻ്റെ അമേരിക്കയിൽ വരുന്നതിനെ കുറിച്ചാണ്. ആ കഥയാണ് ആ കാർട്ടൂൺ. ആ കാർട്ടൂണിന്നോ ഗ്രാഫിക് നോവലിന്നോ ഡിജിറ്റൽ കോമിക് എന്ന് വാഷിങ്ടൺ പോസ്റ്റ് വിളിച്ച വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന സ്വഭാവമായിട്ട് ഈ 51 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായ ഈ കാർട്ടൂൺ പങ്ക്തി ചേർന്ന് നിൽക്കുന്നു ഇപ്പോഴും. അരവിന്ദൻ്റെ പുതിയ പുസ്തകം പലപ്പോഴും സ്വാഭാവികമായ പുസ്തകങ്ങളാക്കിയിട്ടുണ്ട്. 2 തവണ അത് കമ്പൈൽ ചെയ്തിട്ടുണ്ട്. ഒരേ കമ്പൈലേഷൻ ഏതാണ്ട് 64% കാർട്ടൂണുകൾ കമ്പൈൽ ചെയ്തിട്ട് ബീസ് ബുക്സ് ആദ്യം ഇറക്കി, പിന്നെ DC ഇറക്കി. ഇപ്പം അതിൻ്റെ സമ്പൂർണ്ണ പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ചെറിയ മനുഷ്യനും വലിയ ലോകവും കൂടാതെ അദ്ദേഹം വരച്ച കാർട്ടൂണുകളുണ്ട്, പഠനമുണ്ട്. അത് അരവിന്ദനായിട്ട് നീണ്ട ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായില്ല. EP യൂണിയുടെ ആമുഖമുണ്ട്. അതുണ്ട്. ആമുഖം എന്ന് പറയാൻ അറിയില്ല, എന്തൊരു ഇൻട്രൊഡക്ഷൻ. അദ്ദേഹം പൊളിറ്റിക്കൽ കാർട്ടൂൺ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പൊളിറ്റിക്കൽ സ്വഭാവമുള്ള കാർട്ടൂണുകൾ ഡയറക്റ്റ് പൊളിറ്റിക്സ് ആയിട്ട് ചെയ്തിട്ടില്ല. ഇല്ല. നമ്മുടെ പരിസ്ഥിതി പ്രണയത്തെയൊക്കെ ആദ്യമായിട്ട് കളിയാക്കിയത് അരവിന്ദനാണ്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അമിതമായിട്ട് ഈ പ്രകടനപരമായിട്ട് ഈ പരിസ്ഥിതി പ്രണയം കാണിക്കുന്നതിനെയൊക്കെ കൾച്ചറൽ ക്രിറ്റിസിസം ഒരുപാട് ഇതിൽ വരുന്നുണ്ടല്ലോ. ആ കാലഘട്ടത്തിന്റെ എല്ലാം സാർത്ഥവും കാമവും വേറെ ബൈ എക്സ്ക്ലൂഷൻ ഒക്കെ ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഗാന്ധി അധികവും ഇല്ല, നെഹ്റു ഉണ്ട്, ടാഗോർ നിറച്ചുണ്ട്. ബംഗാൾ കുറച്ച് അധികം ഉണ്ട്. ബംഗാൾ അന്ന് മലയാളിയുടെ മനസ്സിലുള്ള ഒരുപക്ഷെ ഈ മാതൃഭൂമിയിലൊക്കെ ബംഗാളി നോവലുകളൊക്കെ വന്നതിൻ്റെ ഒരു അല്ല, അരവിന്ദന് നേരിട്ട് രാമേന്ദ്രൻ വഴി ശാന്തിനികേതൻ ബന്ധമുണ്ട്. ബംഗാളി പാട്ടുകൾ പാടാൻ പഠിച്ചിട്ടുണ്ട് അരവിന്ദൻ. പിന്നെ അതുമായിട്ടൊരു ബന്ധമുണ്ട്, അവിടുത്തെ കലാസിനിമകളിൽ നിന്ന് ബന്ധമുണ്ട്. ഇപ്പോൾ നാഗരിക് എന്ന് പറഞ്ഞ ഘട്ടക്കിൻ്റെ പടത്തിലെ നായകൻ്റെ പേരും വേണമെങ്കിൽ രാമു എന്നാണെന്ന് പറയാം. അപ്പം ഇനി ചോദ്യങ്ങൾ. അബുവിനെ കുറിച്ച് നമ്മളധികം അബുവിൻ്റെ കാർട്ടൂണിനെ, കാരണം അബു ഒരു അടിസ്ഥാനപരമായൊരു ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് എന്നതിലുപരിയായിട്ടൊരു ആഗോള കാർട്ടൂൺ തലത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വരച്ച ഒരാൾ എന്നുള്ള രീതിയിലൊക്കെ ഇല്ലേ? ഉണ്ട്. പാശ്ചാത്യം മാത്രം ഇപ്പം അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഇനി വരുന്ന ഇന്ത്യയിൽ ഈ സെൻസർഷിപ്പോ ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയൊക്കെ വന്നാൽ ഇവിടുത്തെ ഏറ്റവും നല്ല കാർട്ടൂണിസ്റ്റുകൾ ആംസ്റ്റർഡാമിലോ പാരീസിലോ ഒക്കെ ഇരുന്നായിരിക്കും വരയ്ക്കുക. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ഞങ്ങളുടെ കണ്ടംപററി എഡിറ്റോറിയൽ കാർട്ടൂണിസ്റ്റിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള പാട്രിക് ഷെപ്പാറ്റി എന്ന് പറഞ്ഞ കാർട്ടൂണിസ്റ്റ്, അയാൾ പല എത്നിക് ഒരു ഇതാണ്. അമ്മ ലെബനീസ്, അച്ഛൻ പാകിസ്ഥാൻ, അങ്ങനത്തൊക്കെ പലയിടത്തും ജോലി ചെയ്ത് വളർന്ന്, സിംഗപ്പൂർ, കറാച്ചിയിലൊക്കെ വളർന്ന് ഇപ്പോൾ പാരീസിലിരുന്ന് കുറച്ച് സമയം വരയ്ക്കുന്ന വർക്ക് വരുന്നത് അമേരിക്കൻ പത്രങ്ങളിൽ സിൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാതായി. മാത്രമല്ല പുള്ളിയുടെ കാർട്ടൂണുകൾ കമ്പൈൽ ചെയ്ത് അടിക്കുമ്പോൾ അതിന് ഗ്ലോബൽ കാർട്ടൂൺ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗ്ലോബലായി ഈ മീഡിയം. ഗ്ലോബലായിട്ട് കാർട്ടൂണിനോടുള്ള ഒരു നിലപാട്, ഇപ്പോൾ ഗ്രാഫിക് നോവൽ വന്നു, കോമിക് കാർട്ടൂൺ, യങ്സ്റ്റേഴ്സ് മുഴുവൻ ഗ്രാഫിക് നോവലൊക്കെ ആസ്വദിക്കുന്നു. അപ്പോഴും പൊളിറ്റിക്കൽ കാർട്ടൂണിനോടുള്ള ഒരു സമീപനം, എസ്റ്റാബ്ലിഷ്മെൻറ്റ് സമീപനത്തിൽ എന്തെങ്കിലും ലോകത്ത് മാറ്റം വന്നിട്ട്, ഇപ്പം നമ്മൾ തന്നെ സംസാരിച്ച സ്റ്റീവ് ബെല്ലിൻ്റെ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റം എന്താണ്? അല്ല, എസ്റ്റാബ്ലിഷ്മെൻറ്റ് മാറാണ്ടിരിക്കുക നല്ലത്. അവർ കുറച്ച് അതെ, മാറി വരുന്നതിനിടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് പണിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അധികം മാറണ്ട. ബുദ്ധിമാന്മാരവിടെ വന്നാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ കാർട്ടൂണിൽ ചെയ്യാൻ പറ്റാത്തൊരു സാധനം ചിലപ്പോൾ ഒരു സീക്വൻഷ്യൽ കാർട്ടൂണിങ്ങിൽ ചെയ്യാൻ പറ്റും. വിജയൻ ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം അടിയന്തരാവസ്ഥയിൽ ചെയ്തതുപോലെ നേരിട്ടൊരു പൊളിറ്റിക്കൽ കാർട്ടൂൺ വരയ്ക്കാൻ പറ്റാതെ ആദ്യമായിട്ടാണ് വിജയൻ അങ്ങനെ ചെയ്യുന്നത്. വിജയൻ ഇത് ഹാർഡ് പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റാണ് ആൻഡ് ഹൈലി ഇൻറ്റൻസ് ആൻഡ് ഫോക്കസ്ഡ്. ഈവൺ അബുവിനേക്കാളും ഫോക്കസ്ഡാണ്. അത് ചെയ്യാൻ പറ്റാതായപ്പോൾ പുള്ളി കണ്ടൊരു വഴി, ഇങ്ങനെ കുറേ ഏതാണ്ട് ചില ഒരു ചെറിയ ചെറിയ കൊച്ചു കഥകൾ പറയുന്ന പോലൊക്കെ
ഫിക്ഷനലൈസ് ചെയ്ത പോലെ ചില എന്താ അലിഗറിക്കലായിട്ടൊക്കെ വരയ്ക്കുക. അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ആനിമൽ ഫാം തന്നെ അലിഗറിയല്ല. അപ്പം അങ്ങനെയൊക്കെ പോകേണ്ടി വരും. അതങ്ങനെ ഇപ്പോഴത്തെ ഞാൻ പ്രത്യേകം ചോദിക്കാൻ, അബു പറഞ്ഞൊരു വാചകം ഞാൻ കേട്ടിട്ടുണ്ട്. അബു പറഞ്ഞത് ഒരിക്കലും ഒരു കാർട്ടൂണിസ്റ്റിനൊരു ഒരു റൈറ്റ് സെൻറ്റേഡ് വലതുപക്ഷക്കാരനാവാൻ പറ്റില്ല, റാഡിക്കൽ ലിബറൽ ലെഫ്റ്റ് ഓറിയൻറ്റേഷനിൽ മാത്രമേ ഒരു കാർട്ടൂണിസ്റ്റിന് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ തീവ്ര വലതുപക്ഷ ഒരു സമീപനം നിലനിൽക്കുന്ന ഒരു ലോകത്ത് കാർട്ടൂണിസ്റ്റിനെ എങ്ങനെ കാണാമെന്നുള്ളത്? അല്ല, ഇന്നിപ്പം നമ്മൾ കാണുന്ന ഇന്നത്തെ സമൂഹത്തിൽ കാർട്ടൂണിസ്റ്റിന് വലതുപക്ഷമാകാൻ കൂടുതൽ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. വലതുപക്ഷം ഇക്കണോമിക് പോളിസിയിലൊക്കെ വലതുപക്ഷക്കാരായ കാർട്ടൂണിസ്റ്റുകളുണ്ട്, ഫോർ എ ഗുഡ് റീസൺ. ഇപ്പോൾ ജെഫ് മെക്നലി എന്ന് പറഞ്ഞൊരു കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു. അകാലത്തിൽ 50കളിൽ മരിച്ചുപോയി. അതിനു മുമ്പ് തന്നെ രണ്ട് പുലിറ്റ്സറൊക്കെ വാങ്ങിച്ച അമേരിക്കയിലെ കാർട്ടൂണിസ്റ്റാണ്. അതിമനോഹരമായിട്ട് വരയ്ക്കും, വെരി യുണീക്ക് സ്റ്റൈൽ. ജെഫിന് ആദ്യത്തെ പുലിറ്റ്സർ കിട്ടുന്നത് നിക്സൻ്റെ ഗോൾഡ് പോളിസിയെ ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ്. ദ ക്രിറ്റിസിസം വാസ് എ ക്രിറ്റിസിസം ഓഫ് എ കൺസർവേറ്റീവ് ഇക്കോണമിസ്റ്റിൻ്റെ ക്രിറ്റിസിസം ആയിരുന്നു. ഗോൾഡ് വിൽക്കരുത് എന്നാണ്. അപ്പോൾ നിക്സൻ്റെ ഗോൾഡ് സെയിലിനെയാണ് ക്രിട്ടിസൈസ് ചെയ്തത്. ആ കാർട്ടൂൺ ഈ ഡോളർ നോട്ടിൽ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നുള്ളതിൻ്റെ ജിയോൻ്റെ മുകളിലൊരു എൽ ഇട്ടിട്ടാണ് ആ കാർട്ടൂൺ ഇൻ ഗോൾഡ് വി ട്രസ്റ്റ് എന്ന്. അങ്ങനെ കറൻസിയെ നശിപ്പിച്ചതിന് ഇത്തിരി ഗ്രാഫിക്കായിട്ടൊരുത്തിന് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സീരീസ് ഓഫ് കാർട്ടൂൺസ് ഓൺ ഇക്കണോമിക് പോളിസി, ദാറ്റ് കാർട്ടൂണിസ്റ്റിൻ്റെ സമീപനം ഇടതുപക്ഷ സമീപനം ആയിരുന്നില്ല. വേണമെങ്കിൽ ഒരു കൺസർവേറ്റീവ് ഫിസിക്കൽ അപ്രോച്ച് ആയിരുന്നു. അതൊക്കെ അത്രയ്ക്ക് റൈറ്റ് ആവാൻ പറ്റും അതിന്. പക്ഷേ സാമൂഹികമായിട്ട് റൈറ്റ് വിങ് ആകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാലത്ത് ഞാൻ അങ്ങനത്തെ കാർട്ടൂണിസ്റ്റുകളെ ഹിറ്റ്ലറുടെ കാലത്ത് വേണമെങ്കിൽ വരുന്നുണ്ടിരിക്കും. ഹിറ്റ്ലർ നിർബന്ധിച്ച് ജർമ്മൻ കാർട്ടൂണിസ്റ്റുകളെ കൊണ്ട് വരപ്പിച്ചിട്ടുണ്ട്. കാരണം ഹിറ്റ്ലർക്ക് കാർട്ടൂൺ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അയാളൊരു പരാജയപ്പെട്ട ചിത്രകാരനായിരുന്നു. അപ്പോൾ വിഷ്വൽ പവർ അറിയായേക്ക്. അപ്പോൾ അവിടുത്തെ കാർട്ടൂണിസ്റ്റുകളെ കൊണ്ട് മുഴുവൻ ഈ ജൂത ചിഹ്നങ്ങളും പ്രാർത്ഥനാ ചിഹ്നങ്ങളും അവരുടെ സാംസ്കാരിക രീതികളും ചിഹ്നങ്ങളെയൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന കാർട്ടൂണുകൾ വരപ്പിച്ചു നിർബന്ധമായിട്ട്. അതിനെയൊക്കെ വേണമെങ്കിൽ വലതുപക്ഷ കാർട്ടൂൺ എന്ന് പറയും. പക്ഷെ അതൊരു ജനാധിപത്യത്തിൽ നടന്നതല്ല എന്നുള്ളത് കൊണ്ട് കലയുടെ ബാധ്യത പരിപാടിയല്ല. അല്ല, അതിൻ്റെ ഫലം നമ്മളിപ്പോൾ കലാകാരന്മാർ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ബാക്ക്ലാഷ് ആയിട്ടാണ് ഇപ്പോൾ ഇസ്രയേലിലൊക്കെ സ്റ്റീവ് ബെല്ലിൻ്റെ പണി പോയത്. അതിപ്പോൾ ഒരു സ്റ്റാർ ഓഫ് ഡേവിഡ് എന്തെങ്കിലും ഒരു ഇസ്രായേലി സാധനം അധികാരത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചാൽ ദേ ആർ വെരി സെൻസിറ്റീവ് ടു ഇറ്റ്. കാരണം ബിക്കോസ് ഓഫ് ദി വേൾഡ് വാർ II ഇങ്ങനെ ഒരു പിച്ച് മുഴുവൻ ഡിഗപ്പ് ചെയ്താൽ പിന്നെ അവിടെ ഒരു പന്തെറിഞ്ഞ് കളിക്കാൻ പറ്റില്ല. അങ്ങനെ പിച്ച് ഡിഗപ്പ് ചെയ്ത് പോയി ഹിറ്റ്ലർ. സ്റ്റീബലിൻ്റെ പണി പോയത് ഇതുപോലത്തെ ഒരു കാരണം കൊണ്ടാണ്. പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൻ്റെ പിൻബലത്തിലാണ്. അതുപോലെ തന്നെയാണ് അബു അബ്രഹാമിന് പേര് കിട്ടിയ കഥ. ഒബ്സർവറിൽ അദ്ദേഹം പോയപ്പോൾ ഡേവിഡ് ആസ്റ്റർ എന്ന് പറയുന്ന എഡിറ്റർ അദ്ദേഹത്തോട് പറയുകയാണ്, എനിക്കൊന്നത് ഉണ്ണി തന്നെ പറയുന്നതായിരിക്കും ആ കഥ നല്ല. അബ്രഹാം എന്ന കാർട്ടൂണിസ്റ്റ് എങ്ങനെ അബു എബ്രഹാമായി എന്ന് പറയുന്ന കഥ, അതൊരു രാഷ്ട്രീയമായ കാരണമാണ്. ഇവരൊക്കെ ഈ വലതുപക്ഷ ഇടതുപക്ഷ പ്രശ്നമൊക്കെ അന്നും ഉണ്ട്. അന്ന് ലിബറൽസ് ആയിരുന്നു. ആസ്റ്റർ ഒബ്സർവർ ആദ്യമായിട്ടാണ് ഒരു പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റിനെ എംപ്ലോയ് ചെയ്യുന്നത് അതിൻ്റെ ചരിത്രത്തിൽ. വളരെ ഇൻ്റലക്ച്വലി ഭയങ്കര ലിബറൽ ആൻഡ് ലെഫ്റ്റ് ആയിട്ടുള്ളൊരു പ്രസിദ്ധീകരണമാണ്. ബേർട്ടൺ റസലൊക്കെ ആയിരുന്നു കോളംനിസ്റ്റ്. അപ്പോൾ അറിയാമല്ലോ എന്തായിരിക്കണം പത്രത്തിൻ്റെ സ്ഥിതി എന്ന്. വാരാന്ത്യ പത്രമാണ്. ഇപ്പോൾ അബുവിൻ്റെ അവിടെ ഇവിടെയും ഫ്രീലാൻസ് ചെയ്യുന്ന കാലത്ത് കണ്ട കാർട്ടൂണുകളും ഈ ട്രിബ്യൂൺ എന്നൊക്കെ പറഞ്ഞ പത്രത്തിൽ കണ്ട കാർട്ടൂണൊക്കെ കണ്ടിട്ടാണ് ഡേവിഡ് ആസ്റ്റർ അബുവിനെ വിളിച്ചിട്ട് നമുക്കൊരു കാർട്ടൂൺ തുടങ്ങിയാലോ എന്ന് പറഞ്ഞു. അക്കാലത്ത് അബു ശങ്കേഴ്സ് വീക്കിലിലൊക്കെ എബ്രഹാം എന്നാണ് സൈൻ ചെയ്തിരുന്നത്, ഓൾ ക്യാപ്സ് എബ്രഹാം എന്ന്. അപ്പോൾ അത് അവസാനമാണ് ഡേവിഡ് ആസ്റ്റർ കാർട്ടൂണിൽ കണ്ടത്. അപ്പോൾ പറഞ്ഞു ഈ എബ്രഹാം എന്ന് പറഞ്ഞാൽ അന്ന് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഉടനെയുള്ള കാലം, ഫ്ലീറ്റ് സ്ട്രീറ്റ് ലണ്ടൻ. അപ്പോൾ ഇതൊരു ആവശ്യമില്ലാത്തൊരു ജൂയിഷ് പേരായിട്ട് കാണും, ജൂതനൊന്നും അല്ലെങ്കിലും. അപ്പോൾ ജൂതനായതുകൊണ്ട് ഈ ജർമ്മനിയെ എതിർക്കുകയാണെന്നോ അങ്ങനെ ഒരു ആംഗിൾ ഇതിന് ആവശ്യമില്ലാതെ കൊടുക്കണ്ട, നമുക്ക് വേറൊരു പെന്നെയും ഉപയോഗിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അബുവിനെ പഠിക്കുന്ന കാലത്ത് മാത്യു ആണ്, എബ്രഹാം മാത്യു ആണ്. അബു എന്നാണ് സഹപാഠികൾ വിളിച്ചുകൊണ്ടിരുന്നത് സ്നേഹിതന്മാർ. അപ്പോൾ ആ പേരിട്ടു. അങ്ങനെയാണ് അബുവിന് അബു എന്നുള്ള പേര് വരുന്നത്.
നമ്മൾ പറഞ്ഞിടത്തിന് ഒന്നുകൂടി പറയുന്നത് എങ്ങനെയാണ് ഇപ്പം ഉണ്ണി കാണുന്നത് മലയാളിയുടെ ഒരു കാർട്ടൂൺ സെൻസിനെ, ഗ്രാഫിക് നോവൽ? മലയാളത്തിൽ ഗ്രാഫിക് നോവൽ ഇപ്പം അരവിന്ദനെ അതിജീവിക്കുന്ന അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന ഒരു ഗ്രാഫിക് നോവൽ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റുകൾ ധാരാളമുണ്ട്. എന്നാലും മൊത്തത്തിൽ എന്താണ് മലയാളത്തിലെ ഒരു കാർട്ടൂൺ ആസ്വാദനത്തിൻ്റെ ഒരു നിലവാരം? അതിലെന്ത് മാറ്റമാണ് നിങ്ങളെ പോലെ ഒരാൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത്? മലയാളത്തിൽ ഇപ്പോൾ അരവിന്ദനെ ഒരു ഗ്രാഫിക് നോവലായിട്ട് അങ്ങനെ കാണണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഗ്രാഫിക് നോവലായി, അത് അങ്ങനെ വിളിക്കുന്നതിൽ തെറ്റൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ അരവിന്ദനെ മറികടക്കുക അങ്ങനെയൊക്കെ ഒരു സാധനം പറയുന്നതിൽ ഒരു ചെറിയ അൺഫെയർനെസ് ഉണ്ട്. കാരണം അരവിന്ദൻ ഇത് കാലത്തെ കൂട്ടുപിടിച്ചാണ് ഇത് ചെയ്തത്. ഇതിൻ്റെ നോവൽ രൂപത്തിലെത്തുന്നത് കാലത്തെ കൂട്ടുപിടിച്ച് ചെയ്തതാണ്. അത് ഇനിയും വലിയ ഗവേഷണങ്ങൾക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യം. അത് എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളത് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, അതിൻ്റെ അകത്ത് ഓർമ്മകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നമുക്കും അറിയാം, അരവിന്ദനും അറിയാം, വായനക്കാർക്ക് എല്ലാവർക്കും അറിയാം കഥാപാത്രം ഇന്ന ആളായിരുന്നു എന്ന്. അതുപോലെ കുറേ കാലം കഴിഞ്ഞ് ലീല തിരിച്ചു വരുമ്പോൾ അതാരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ രാമുവിന് കൃത്യമായിട്ട് ലീലയെ തിരിച്ചറിയും. പക്ഷേ രാമു പഠിപ്പിച്ച ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ചൊരു പയ്യൻ അവിടുന്ന് ഓടിപ്പോയി മദ്രാസിൽ ചെന്നൊരു സിനിമ നിർമ്മാതാവായിട്ട് തിരിച്ചു വരുമ്പോൾ രാമുവിന് ആളെ തിരിച്ചറിയില്ല. അപ്പോൾ ഈ തിരിച്ചറിവ്, മെമ്മറി ഒക്കെ നടക്കുന്ന ഒരു പേഴ്സണൽ മൈൻഡിൻ്റെ ഒരു സ്പേസിലാണ്. അപ്പം അങ്ങനെ കാലത്തെ കൂട്ടുപിടിക്കുകയാണ് അരവിന്ദൻ ചെയ്തത്, അല്ലാതെ ഇതിവൃത്തത്തെ അല്ല. പക്ഷേ ഇപ്പം നമ്മളൊരു നോവൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ കാലത്തെ കൂട്ടുപിടിച്ചിട്ട് നോവൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിവൃത്തം വെച്ച് തന്നെയാണ് പ്ലോട്ട് ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ കമ്പയർ വിത്ത് ബി ലിറ്റിൽ ഓഡിയസ് അൺഫെയർ ആയിരിക്കും. മലയാളത്തിൽ ചെറിയ നല്ല ഗ്രാഫിക് നോവലുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പന്നിമല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനമൊക്കെ വന്നിട്ടുണ്ട്. മലയാളത്തിൽ ഈ അവസാന പേജിൽ വരുന്ന ഈ കോമിക്സ് പോയത് ഐ മിസ് ഇറ്റ് ആക്ച്വലി. അത് തുടർന്നിരുന്നു. ഇപ്പോൾ രാജു നായർ അതിമനോഹരമായിട്ട് ചെയ്യുമായിരുന്നു. രാജു നായരെ അങ്ങനെ വരച്ച് കാണുന്നില്ല. ആളുടെ പൊളിറ്റിക്കൽ കാർട്ടൂൺസിൻ്റെ അത്ര തന്നെ മനോഹരമായിട്ട് ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് മലയാളിയുടെ ഒരു ജസ്റ്ററൽ ലാംഗ്വേജ് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തൊരു കാർട്ടൂണിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഏറെയത്ത് കൈകുത്തിയിരിക്കുന്നത്, സൈക്കിൾ ചവിട്ടുന്നതൊക്കെ ഒരു പ്രത്യേക രീതിയുണ്ട്. നമ്മുടെ ഊന്നിയൊക്കെ ചവിട്ടുന്ന അതൊക്കെ അസാമാന്യമായ ഒരു വിഷ്വൽ റിപ്പർട്ടർ അയാൾ ചെയ്തിരുന്നു. അങ്ങനെ ഒരു സെലിബ്രേഷൻ ഓഫ് ഡ്രോയിങ് അത് കൂടുതൽ പറ്റിയ കോമിക്സിലാണ്. അത് വരുന്നുണ്ടല്ലേ? അതുണ്ടാവും, അത് നമുക്കുണ്ട്, ഉറപ്പായിട്ടുണ്ട്, വായനയിലുണ്ട്. ഇപ്പോൾ കൊച്ചിയിലൊക്കെ ചെറിയ ഗ്രൂപ്പ് കുട്ടികൾ രസകരമായ ചെറിയ അൺപബ്ലിഷ്ഡ് വർക്കോ സെൽഫ് പബ്ലിഷ്ഡ് വർക്കോ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ ചെറിയ കുട്ടികൾ ഇൻ ദ 20s, അവർക്ക് വേറെ ജോലിയൊക്കെ ഉണ്ട്, വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. ചിലർ ഈ കമ്പ്യൂട്ടറോ ആനിമേഷനോ ഒക്കെ ചെയ്യുന്നവരായിരിക്കും. അവരൊക്കെ ചെയ്യുന്ന ഗ്രാഫിക് നോവൽസാണ്, ഒറ്റ കാർട്ടൂണുകളെ അല്ല. ശരി, ഒരു കുറച്ച് 1-2 ചോദ്യങ്ങൾ കൂടി എടുക്കാനുള്ള സമയം നമുക്കുണ്ട്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ചോദ്യത്തിലേക്കായിരിക്കണം. 10 മിനിറ്റ് ഉണ്ട്. ശ്രീ അരവിന്ദനെ പറ്റി തന്നെയാണ് പറയാനുള്ളത്. താങ്കൾ വളരെ മനോഹരമായിട്ട് അരവിന്ദനെ പ്രസൻറ്റ് ചെയ്തു. ഞാൻ മനസ്സിലാക്കിയ താങ്കൾ ആരും സ്പർശിക്കുകയും ചെയ്തു. അതായത് കാലത്തിനൊപ്പം നീങ്ങുന്നൊരു കാർട്ടൂണിസ്റ്റാണ്. അത് പ്രത്യേകിച്ചും ആ ചെറിയ മനുഷ്യരും വല്ലവും ശരിക്കും ശ്രദ്ധാപൂർവ്വം നമ്മൾ നോക്കുകയാണെങ്കിൽ, തുടക്കം തൊട്ട് നോക്കുകയാണെങ്കിൽ രാമുവിൽ വന്ന മാറ്റങ്ങൾ, രാമു ഉദ്യോഗാർത്ഥിയായി നിൽക്കുന്ന സമയത്ത് കവിളൊക്കെ ഒട്ടിയിട്ട് പിന്നീട് അങ്ങോട്ട് ജോലി കിട്ടി നല്ല സ്വയം നഗരുമ്പോൾ ആളെ കവിള് കൊടുക്കുന്നൊരിതില്ല. അതേപോലെ ഒരു ക്യാരക്ടറാണ് അബു. രാമു എന്നും സിഗരറ്റ് മേടിക്കുന്ന ഷോപ്പ്, ഒരു പെട്ടിക്കടക്കാരൻ, കഴുത്തിലൊരു തലയും കിട്ടിയിട്ട് പിന്നെ കുറേ കാലത്തേക്ക് ആൾ കാണുന്നില്ല. പിന്നെ ആളെ എൻട്രി കാണിക്കുന്നത് 2 വിരലിലാണ്, മോതിരം കാണിക്കുന്നത് 2 സത്യസന്ധമായി സ്മഗിൾ ചെയ്യുന്ന ആളായിട്ടാണ് തിരിച്ചു വരുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ളതാണ്. കാരണം നമുക്ക് അതാ നേരത്തെ പറഞ്ഞിരിക്കുന്ന സിനിമയുടെ ഫ്രെയിം പോലെയാണ് കാണിക്കുന്നത്. വളരെ കാലം ഇതിലില്ലാതെ നിന്നിട്ട് പെട്ടെന്ന് രംഗത്ത് വരുമ്പോൾ ആ കയ്യിൽ 2 മുതലായിട്ട് അതിൻ്റെ ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, സർ നഗരത്തിൽ 2 71 തിയേറ്ററും ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞ അയാളുടെ ആ വലിപ്പം, ആ ഗൾഫിൻ്റെ ഒരു ആധിപത്യം പോലെ അയാൾ കാണിക്കുന്നുണ്ട്. എത്ര പറഞ്ഞാലും മതിയാവില്ല അരവിന്ദനെ പറ്റി. നന്ദി, വളരെ നന്ദി. താങ്ക് യു സർ. താങ്കളെ പോലുള്ള വായനക്കാരാണ് ഈ കുറ്റക്കാർ, അവരാണ് ഇതിനെയൊക്കെ വളർത്തിയത്. ഇതാ അവിടെ കൊടുക്കുക പുറകിലെ. സാറ് കാർട്ടൂണിനെ പൊതുവെയാണ് സംബന്ധിച്ച് പറയുകയാണ്. ഇപ്പം എഴുത്തുകാർ വിവാദ നോവലുകളും അതുപോലെ തന്നെ നാടകങ്ങൾക്കൊക്കെ വിലക്ക് ഭരണകൂടത്തിൻ്റെ അടുത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതേസമയം ഭരണകൂടം അത് നിരോധിക്കും. കാർട്ടൂണും നിരോധിച്ചത് എമർജൻസി പീരീഡിൽ നിരോധിച്ചിട്ടുണ്ട്. ഭരണകൂടം നിരോധിക്കുന്നതിന് പുറമേ എഴുത്തുകാർക്ക് എതിർ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശാരീരിക ആക്രമണങ്ങളൊക്കെ നേരിട്ടുണ്ട്. അതുപോലുള്ളൊരു സാഹചര്യം
നിരോധനത്തിനപ്പുറം കാർട്ടൂണിസ്റ്റുകൾക്ക് ഇന്ത്യയിൽ അത്തരം ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടോ, ഭീഷണി നേരിട്ടിട്ടുണ്ടോ? അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. ഇനി അത് കൂടെ വേണ്ടത്. അത് ഒരു താങ്കൾ പറഞ്ഞ ഒരു പ്രസക്തമായ ചോദ്യമാണ്. അതിൻ്റെ ഉള്ളിലുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് സാധാരണ എഴുതുന്നത് പരിപൂർണ സർഗ സൃഷ്ടിയാണ്, ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള എഴുത്ത്. കാർട്ടൂണിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊക്കെ ചെയ്യുന്ന കാർട്ടൂൺ ഒരു എഡിറ്റർ പാസ്സാക്കിയാണ്, ഒരു ന്യൂസ് റൂമിൽ കൂടി കടന്നു പോയിട്ടാണ് അത് അച്ചടിച്ച് വരുന്നത്. അപ്പോൾ അതിന് എവിഡൻ്റ്ലി ഒഫെൻസീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റും. അത് മാറ്റിയല്ല, കാർട്ടൂൺ മാറ്റി വരയ്ക്കും. അങ്ങനെ ഒരു സാധനം ഒരു എഡിറ്റോറിയൽ ഇൻ്റർവെൻഷനിൽ ഉണ്ടാവില്ല. പിന്നെ അധികാരത്തിലിരിക്കുന്ന ആൾക്കാർ എഡിറ്ററുമായിട്ടോ പ്രസാധകരുമായിട്ടോ ആണ് കലഹിക്കുക. വി ആർ ടു സ്മോൾ ആർട്ടിസ്റ്റ് ഓർ എ പേഴ്സൺ. സോ കാർട്ടൂണിസ്റ്റിനെ നേരിട്ട് കൈകാര്യം ചെയ്യില്ല. എഡിറ്റർമാരെ കാണുമ്പോൾ അവരോട് കയർക്കും, അല്ലെങ്കിൽ പബ്ലിഷറെ വിളിച്ച് പരാതി പറയുക, അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. നമ്മളെ വിളിച്ച് ചീത്ത പറയുന്നത് ഇതുവരെ കുറവാണ്. പിന്നെ കാർട്ടൂൺ വരച്ചിട്ട് എഡിറ്റോറിയൽ ഒരു സൂപ്പർവിഷൻ ഉള്ളതുകൊണ്ട്, ഇപ്പോൾ സിനിമയ്ക്ക് സെൻസർഷിപ്പ് ഉള്ളതുപോലെ സെൻസർ ചെയ്ത് പുറത്തു വന്ന ഒരു സിനിമയ്ക്ക് ഉള്ളതുപോലെ അതിനൊരു മീഡിയേഷൻ നടക്കുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് പരിപൂർണമായിട്ട് കാർട്ടൂണിസ്റ്റിനെ കുറ്റം പറയുകയോ ആക്രമിക്കുകയോ ചെയ്ത് തുടങ്ങിയിട്ടില്ല. തുടങ്ങുമായിരിക്കും. ഇപ്പോൾ തുടങ്ങാം. കാരണം ഇപ്പോൾ കാർട്ടൂണിസ്റ്റുകൾ സ്വതന്ത്രമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാർട്ടൂൺസ് നെറ്റിലേക്ക്, വെബിലേക്ക്. അപ്പം അവർ പേടിക്കണം. ചോദിച്ചോളൂ. ചെറിയ മനുഷ്യരുടെ വഴിയിലോ എന്നുള്ള ആ കാർട്ടൂണിൽ രാമുവിനെ പോലെ തന്നെ അതിലപ്പുറം പ്രാധാന്യമുള്ള ഒരാളാണ് ഗുരുജി. അപ്പോൾ രാമുവിൻ്റെ മാറ്റങ്ങൾ ഗുരുജി കൂടെ നമ്മൾ അറിയിക്കുന്നുണ്ട് അരവിന്ദൻ. കാരണം പുസ്തകങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാമുവും ഗുരുജിയും പിന്നെ അവസാനം പുസ്തകങ്ങളിൽ പറയാൻ ഉണ്ടാതിരിക്കുമ്പോൾ ഗുരുജി പറയുന്നുണ്ട്, നീ ഒരു ആനുകാലികനായി മാറിയല്ലോ. ഈ പുസ്തക വായന പ്രോത്സാഹിക്കപ്പെടാൻ ഇന്ന് നടക്കുന്ന ശ്രമത്തിൽ അന്ന് അദ്ദേഹം കണ്ടു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. താങ്കളുടെ ചോദ്യം വല്ലതും ഉണ്ടോ? ഇല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, പുള്ളിയുടെ ഒരു തോന്നൽ മാത്രം. ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഞാൻ അത്ഭുതപ്പെടുന്നത് 1961 മാതൃഭൂമിയിൽ ഒരു ആഴ്ചപ്പതിപ്പിൽ അരവിന്ദൻ്റെ ഇങ്ങനെ ഒരു കലാ പബ്ലിഷ് ചെയ്യണമെന്ന് തീരുമാനിച്ച NV കൃഷ്ണവാര്യർ എന്ന് പറയുന്ന പത്രാധിപരെ കൂടി നമിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. 13 കൊല്ലം അത് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ലാസ്റ്റ് പേജിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്ന് പറയുന്നത് വലിയൊരു കാഴ്ചയാണ്. ദീർഘവീക്ഷണമായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ്. മറ്റു ചോദ്യങ്ങളിൽ അവിടെ ഒരു ചോദ്യമുണ്ട്. മൈക്കൊന്ന് കൊടുക്കുക അങ്ങേയറ്റ ദാസാറിന്. എവിടെ മൈക്ക്? എവിടെ പോയി? ലാസ്റ്റില് ഈ കാർട്ടൂണിസ്റ്റിനെ പത്രത്തിൻ്റെ ആംബിയൻസ്, എഡിറ്റോറിയൽ ആംബിയൻസ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യും? അതായത് താങ്കൾ 70കൾ വരെ ഹിന്ദുവിൽ ജോലി ചെയ്ത സമയത്ത് ഹിന്ദു അറ്റ് ദാറ്റ് ടൈം ഹാഡ് എ വെരി സെഡേറ്റ് സെറീൻ editorial policy. But when you moved over to Delhi and joined vibrant papers like Express, you were more expressive, more daring and more critical. അത് എത്രത്തോളം ഈ എഡിറ്റോറിയൽ ആംബിയൻസ് എത്രത്തോളം ഉണ്ടാവും? അത് പണ്ടത്തെക്കാളും കൂടുതൽ ഇപ്പോൾ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് ഹിന്ദുവിൽ എനിക്ക് മുമ്പ് രജീന്ദർപുരിയും വളരെ ദീർഘകാലം OB വിജയനെ പോലൊരു കാർട്ടൂണിസ്റ്റുമാണ്. ഹിന്ദു എന്ന സാറ് പറഞ്ഞ പോലെ സെറീനൊക്കെയാണ് ജെൻറ്റീലായിട്ടുള്ള പേപ്പറാണ്. അതിൽ പോലും വരച്ചത് OB വിജയനാണ്. ടോട്ടലി അൺസ്പെയറിംഗ് ആയിട്ടുള്ളൊരു കാർട്ടൂണിസ്റ്റാണ്. പക്ഷേ അന്ന് കാർട്ടൂണിസ്റ്റിന് ഇങ്ങനെ ഒരു അധിക പ്രസംഗം പറയാനൊരു ലൈസൻസ് കൊടുത്തിരുന്നു പത്രങ്ങൾ. ഇപ്പോൾ G. കസ്തൂരി ആയിരുന്നു എഡിറ്റർ. G. കസ്തൂരി വാസ് വെരി ഫോണ്ട് ഓഫ് കാർട്ടൂൺസ്. കസ്തൂരി കാർട്ടൂണുകൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പോലും ഇഷ്ടമുള്ള ഒരാളായിരുന്നു. കാരണം അദ്ദേഹം പത്രാധിപരൊന്നും ആകാതെ ഒരു ഡോക്ടറോ വക്കീലോ ഒക്കെ ആയിരുന്നുവെങ്കിലും കാർട്ടൂൺ ആസ്വദിക്കുന്നൊരു മനസ്സായിരുന്നു. പിന്നെ കാർട്ടൂണിനെ നിങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ കാർട്ടൂണിസ്റ്റിന് സ്വതന്ത്രമായിട്ട് പണിയെടുക്കാൻ ഒരു അന്തരീക്ഷം കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ അമാന്യമായിട്ടൊന്നും പറയാനോ വല്ലാത്ത ക്ഷോഭം കാണിക്കാനോ ഒന്നും അന്ന് അങ്ങനത്തെ സ്കോപ്പില്ല, അതൊന്നും ഉണ്ടാവില്ലായിരുന്നു. അന്ന് ഞാൻ തുടക്കക്കാരനായതിൻ്റെ പരിമിതികളും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് സമയമെടുക്കുമല്ലോ ഇത് പഠിച്ചു വരാൻ. എക്സ്പ്രസ്സിലൊക്കെ വരുമ്പോൾ ഇപ്പം ഞാൻ വളരെ ഡിപ്പെൻഡൻ്റാണ് ന്യൂസ് റൂമിൽ. ഒരു ന്യൂസ് റൂമിനെ ഇത്രയേറെ ആശ്രയിക്കുന്ന ഒരു കാർട്ടൂണിസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം
ഞങ്ങൾക്ക് ഒന്നാം പേജിൽ ഒരു ചെറിയ കാർട്ടൂണാണ് വരുന്നത്. അത് വാർത്ത പെട്ടെന്ന് പിടിക്കണം. വാർത്ത പിടിക്കണമെന്നുണ്ടെങ്കിൽ വാർത്ത മാറിക്കൊണ്ടേയിരിക്കും. ഫ്രണ്ട് പേജിൽ ഇത് അബ്സല്യൂട്ട് നെസസിറ്റിയാണ് കാർട്ടൂൺ. അത് ഒരു പൊളിറ്റിക്കൽ കാർട്ടൂൺ പോലെയാണ് എക്സ്പ്രസ് ഉപയോഗിക്കുന്നത്. ലക്ഷ്മണൻ്റെ കാർട്ടൂൺ പോലെ സോഷ്യൽ കണ്ടൻ്റ് ഒന്നും അതിന് പറ്റില്ല. ഹാർഡ് പോളിറ്റിക്സ്, ന്യൂസ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാർട്ടൂൺ വരയ്ക്കുമ്പോൾ വാർത്ത പൊട്ടുകയോ മാറുകയോ ചെയ്യുന്ന മുറയ്ക്ക് കാർട്ടൂൺ മാറ്റിക്കൊണ്ടുമൊക്കെ ഇരിക്കും. അപ്പോൾ എനിക്ക് ന്യൂസ് റൂമിൻ്റെ സപ്പോർട്ട് സാറിന് അറിയാവുന്നതാണ് എഡിറ്റേഴ്സ് എന്നുള്ള നിലയ്ക്ക്. സദാസമയവും ന്യൂസ് റൂമിൻ്റെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഫങ്ഷണലായിട്ടിരിക്കുന്നത്. ഐ ആം ടോട്ടലി വാട്ട് ഐ ആം ബിക്കോസ് ഓഫ് ദി ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് റൂം. ഒരു ചോദ്യം കൂടി ചോദിക്കാൻ എന്നിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു കാർട്ടൂൺ ഒരു ക്രിയേറ്റീവ് ആർട്ടാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ടെക്നോളജിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് ഈ കാർട്ടൂണിൻ്റെ ക്രിയേറ്റിവിറ്റിയും ടെക്നോളജിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ പ്രശ്നങ്ങൾ? ഒരു വെറും മുഴുവൻ സെഷൻ തന്നെ വേണം. മനോരമ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ 4 മിനിറ്റ് ചുരുക്കി പറയാന്നുള്ളതാണല്ലോ കാർട്ടൂണിസ്റ്റ്. നമ്മളിപ്പോൾ തീരുമാനിക്കും നിങ്ങളുടെ കഴിവ്. ശരി, ഐ ടേക്ക് ദ ചാലഞ്ച്. അത് സാങ്കേതികമായ കാര്യങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഐപാഡ് ഉണ്ടാക്കിയ ആൾക്കാർക്ക് തന്നെ അറിയാം. ഞാൻ ഐപാഡിലേക്ക് ആ ഒറ്റ കാര്യം പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കും. കാരണം ഐപാഡിലേക്ക് മാറുമ്പോൾ യാന്ത്രികമാവും എന്നൊക്കെ പറയുന്നതൊക്കെ പൂർണ്ണമായിട്ട് തെറ്റാണ്. ഐപാഡിലേക്ക് മാറുമ്പോൾ ഞാൻ അനുഭവിച്ചത് സാധാരണ പേപ്പറിൽ വരയ്ക്കുമ്പോൾ കിട്ടാത്ത ഒരുപാട് സ്വാതന്ത്ര്യവും സാധ്യതകളുമാണ്. ടെക്നോളജി ഓഫേഴ്സ് യു ക്രിയേറ്റീവ് ഓപ്പർച്യൂണിറ്റി. യു ഷുഡ് ചൂസ് ദ റൈറ്റ് ടെക്നോളജി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സന്തോഷം. കാർട്ടൂണിന് വലിയ ഭാവി ഉണ്ടാവട്ടെ. കാർട്ടൂൺ ഫിക്ഷനിലൂടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ആസ്വാദക വൃന്ദം കേരളത്തിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉണ്ണിക്ക് നന്ദി.